മക്കളെ, ഇന്നമ്മ തയ്യാറാക്കാൻ പോകുന്നത് പുതിയൊരു ഐറ്റമാണ്. കറിയായിരുന്നു ഇതുവരെ അമ്മ ഉണ്ടാക്കിയിരുന്ന ഓരോരോ കറികൾ. ഇന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കാം നമുക്ക്. 4 മണിക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കുന്ന ഒരു സ്നാക്സാണ് അമ്മ ഇന്ന് ഉണ്ടാക്കുന്നത്. 4 മണിക്കത്തെ കടിയെന്നും പറയും, ചായക്കുള്ള. നിങ്ങൾക്ക് ഏവർക്കും ജെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പൊടിയും തേങ്ങാപ്പീരയും നെയ്യും ചേർത്ത് ഒരു സ്നാക്സാണ്. അതിനുള്ള 2 സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ഇച്ചിരി എള്ളും ഇച്ചിരി സ്വല്പം ഉപ്പും ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം. ആദ്യമായി എടുക്കുന്നത് 1.5 കപ്പ് ഗോതമ്പൊടി എടുക്കാം. 1.5 കപ്പ്, ഇതിനൊരു 1.5 കപ്പ് ഗോതമ്പൊടി നമുക്ക് എടുക്കാം. ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്ത് അതിന് ശേഷം ചെറിയൊരു മുറി തേങ്ങയാണ്. ഇതിനൊരു കപ്പിന് അളന്നെടുക്കാം. ഇതിനൊരു കപ്പ് തേങ്ങാപ്പീര എടുക്കാം. 1 കപ്പേ ഉള്ള ഇതിനൊരു കപ്പ് തേങ്ങാപ്പീര. ഇത് രണ്ടും കൂടി നമുക്ക് ആദ്യമേ തന്നെ മിക്സിയിലൊന്ന് പുരട്ടിയെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് അതിനകത്തൊന്ന് അടിച്ചെടുക്കുന്നത്. പതുക്കെ അടിക്കണം, അല്ല ഒന്നിച്ചടിച്ച് അങ്ങ് ചാലിക്കാനല്ല, ചെറുതായിട്ടൊന്ന് അടിച്ച് എടുക്കാം. നമുക്ക് തേങ്ങാപ്പീരയും മൂന്ന് പ്രാവശ്യം അടിച്ചെടുക്കാം ചെറുതായിട്ട്. ഇനി നമുക്കൊരു കാര്യം മിക്സിക്കകത്തു നിന്ന് ഗോതമ്പൊടിയും തേങ്ങാപ്പീരയാണ് ഇട്ട് നമ്മളിത് മിക്സ് ചെയ്തത്. ഇനി ഇതിലോട്ട് 2 സ്പൂണ് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് ഈ പഞ്ചസാര ഇട്ടിട്ട് നല്ലവണ്ണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും പിടിക്കണ്ടേ, അതിന് വേണ്ടി ആദ്യമായി നമുക്കിത് മൊത്തം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു 1/4 സ്പൂൺ പഞ്ചസാരയുടെ മധുരത്തിന് ഒരു ശകലം ഉപ്പ് ഇതിന് ഇടണം. 1/4 സ്പൂൺ ഉപ്പിടാം. അത് മിക്സ് ചെയ്യുക. അതിന് ശേഷം സ്വല്പം എള്ള് നമുക്കിതിനകത്ത് ഇടണം. ഇതിന് ശേഷം നല്ല 1 സ്പൂണ് 1.5 സ്പൂണോളം ഒഴിക്കാം. നെയ്യ് ഒഴിക്കണം. ഒരു മയം കിട്ടാനാണ് നെയ്യ് ഒഴിക്കുന്നത്. നമ്മൾ 1 സ്പൂണ് നെയ്യ് ഒഴിക്കുക. ഇനി അതിനെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചത് കുഴച്ചെടുക്കാം. അധികം ലൂസാകാതെ വേണം കുഴച്ചെടുക്കാൻ. പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴയ്ക്കാൻ. നല്ലവണ്ണം മുറുകെ ഇരിക്കണം. എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കേണ്ടതാണ്. ഇപ്പം നല്ല മയമായി. നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുത്ത് പരത്തണം. ചീനിച്ചട്ടി ചൂടായതിനാൽ ഞാൻ കുറച്ച് എണ്ണ അതിനകത്ത് ഒഴിക്കാം. ഇത് നമുക്ക് പരത്തിയെടുക്കാം. നല്ലവണ്ണം പരത്തിയെടുക്കാം. എണ്ണമയമോ ഗോതമ്പൊടിയോ ഒന്നും ചേർക്കാതെ വേണം പരത്തിയെടുക്കുന്നതിന്. നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ട് നമ്മളിത് നല്ലതായിട്ട് പരത്തിയെടുത്തിട്ട്
നമുക്ക് കുപ്പിയുടെ അടപ്പോ അല്ല പാത്രത്തിൻ്റെയോ തട്ടത്തിൻ്റെയോ ഒക്കെ പാത്രത്തിൻ്റെ അടപ്പിലെടുത്ത് ഒരേ ഷേപ്പിൽ ഇത് നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയാണ് ഇതെടുത്ത് ഷേപ്പിലെടുക്കുക. എണ്ണ നല്ല തീയിൽ നിൽക്കുമ്പോൾ വേണം ഇത് ഇടാൻ. എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിനകത്ത് പെറുക്കിയിടാം, പൊള്ളിച്ചെടുക്കാം. ഒരു 3 ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം പൊള്ളി മൂത്ത് വരും. ഗോതമ്പായതിനാൽ വേഗം തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് വേഗം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് വേഗം തന്നെ എടുത്തു കൊടുക്കാം. അതുപോലെ തന്നെ നല്ലോണം തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കഴിയാമെങ്കിൽ നല്ലോണം മൂത്ത് കുടുന്ന് പൊങ്ങി വരും. നമ്മളിത് മൂപ്പിച്ചെടുത്താൽ വേണ്ടേ ഉള്ള് അങ്ങനെ തന്നെ ഇരിക്കും. ഉള്ള് നല്ല കുമള പോലെ വന്നിട്ടുണ്ട്. കുമള പോലെ അതിൻ്റെ പുറമെല്ലാം മൂത്ത് കുമള പോലെ ഇത് കുട്ടികൾക്ക് തിന്നാൻ നല്ലതാണ്. അതല്ല ഇത്രയും ഞാൻ വറുത്തെടുത്ത്. ഇതാണ് 4 മണിക്കത്തെ സ്നാക്സ്. ചായയുടെ കൂടെ വേഗം തന്നെ കടിച്ചെടുക്കാൻ നല്ലതാണത്. മക്കളെ, ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും എല്ലാം വേഗം തന്നെ ശരിയാക്കി കൊടുക്കുക. അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസായി രേഖപ്പെടുത്തണം എനിക്ക്, കേട്ടോ. ഓക്കേ.